ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാമല്ലേ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മയുടെ തീരുമാനമാണ് കേട്ടോ. അപ്പം അച്ചമ്മയുടെ തീരുമാനം അച്ചമ്മ പറയുകയാണ്, എല്ലാവരും രണ്ട് കക്ഷിയായിട്ട് വേണം മത്സരിക്കാനായിട്ട്. ഒരു കക്ഷിയിലെ ലീഡർ എന്ന് പറയുന്നത് ചന്ദ്രയും വേറൊരു കക്ഷിയിലെ ലീഡർ എന്ന് പറയുന്നത് നമ്മുടെ രവീന്ദ്രനും. അങ്ങനെ രണ്ട് ടീമുകളായിട്ടാണ് ഇവിടെ മത്സരം. അല്ലാതെ ഭാര്യ ഭർത്താക്കന്മാരോ അച്ഛനും മക്കളും തമ്മിലൊന്നുമല്ല മത്സരം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രയുടെ ടീമിൽ സച്ചിനെയും കൂട്ടി അതായത് 3 മക്കളെയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. മരുമക്കളെ നമ്മുടെ രവീന്ദ്രൻ്റെ ആ ഒരു ടീമിലും ഇട്ട് കൊടുത്തു. അയ്യോ, പിന്നെ ചന്ദ്രയുടെ സമാധാനം പോയില്ല. ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ എനിക്ക് പറ്റില്ല, അത് സച്ചി അവരുടെ കൂടെ പോട്ടെ, എന്നിട്ട് അവിടെ നിന്ന് ശ്രുതിനെയോ വർഷേനെയോ ഇങ്ങോട്ട് താ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞു, അതെങ്ങനെ ശരിയാകും, ടീം തന്നെയാണ്, ടീമാക്കി തിരിച്ചു കഴിഞ്ഞു. അപ്പം ഇനി ഇതും കൊണ്ട് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നമുക്ക് കളി തുടങ്ങാം, അതാ നല്ലതെന്ന് പറഞ്ഞു. പിന്നെ കളിക്ക് കള്ളക്കളി പാടില്ല, സ്വന്തം ടീം ജയിക്കാൻ വേണ്ടി പ്രയത്നിക്കുക ചെയ്യേണ്ടത്, അല്ലാതെ അപ്പുറത്ത് അച്ഛനുണ്ടെന്നോ അപ്പുറത്ത് മകനുണ്ടെന്നോ ഒന്നും വിചാരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ സച്ചി പറഞ്ഞു, അത് ഇച്ചിരി കഷ്ടമാണല്ലോ, എൻ്റെ അച്ഛനെ ഞാൻ തോപ്പിക്കുക എന്ന് പറഞ്ഞാൽ അയ്യോ അതെങ്ങനെയാ അച്ഛമ്മ ശരിയാവുന്നത്? അതൊക്കെ ശരിയാകും. അതെ, ഇന്ന് നീ നിൻ്റെ അമ്മ ജയിക്കാനാണ് പ്രാർത്ഥിക്കേണ്ടതും നീ നിൻ്റെ അമ്മ ജയിക്കാനാണ് പ്രയത്നിക്കേണ്ടതും. നിൻ്റെ ടീമിൽ ക്യാപ്റ്റനാണ് നിൻ്റെ അമ്മ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജയിക്കണമെങ്കിൽ നിങ്ങൾ പൊരുതണം, അവർ ജയിക്കണമെങ്കിൽ അവർ പൊരുതണം. അല്ലാതെ ഇവിടെ താന്നു കൊടുക്കാനോ വിട്ടുകൊടുക്കാനോ അച്ഛനാണെന്നോ അമ്മയാണെന്നോ പറയാനൊന്നും ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞല്ലോ സച്ചി. ഓ ശരി, ആയിക്കോട്ടെ എന്ന് നമ്മുടെ സച്ചിയും പറഞ്ഞു. അങ്ങനെ ഏതായാലും അവർ കളിക്കളത്തിലേക്ക് അങ്ങ് ഇറങ്ങുകയാണ്. അങ്ങനെ കളിക്കളത്തിലേക്ക് ഇറങ്ങി ആദ്യത്തെ മത്സരം വേറെ ഒന്നുമല്ല. അപ്പം ഇതിനിടയ്ക്ക് കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരന്മാരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ സച്ചി സംസാരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും കൂടെ വന്നപ്പോൾ നമ്മുടെ സച്ചിക്കും ഭയങ്കര സന്തോഷമായി. ബാക്കി എല്ലാവർക്കും ഒരു ചെറിയ എൻ്റർടൈൻമെൻ്റ് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. നമ്മുടെ വർഷയ്ക്കും ശ്രുതിക്കും ഒക്കെ എല്ലാവർക്കും സന്തോഷമുണ്ട്. അങ്ങനെ കൂട്ടുകാരന്മാരെ കൊണ്ടാണ് നമ്മുടെ അച്ചമ്മ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അതായത് ഈ ഓണക്കളികളില്ലേ, അതുപോലെ കുറേ കളികൾ. അങ്ങനെ ആദ്യത്തെ കളി എന്ന് പറഞ്ഞാൽ ഉറിയടിയാണ്. അപ്പോൾ ഉറിയടി മത്സരത്തിൽ ആദ്യം മത്സരിക്കാൻ എത്തുന്നത് നമ്മുടെ ശ്രുതിയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി ആദ്യം തന്നെ മത്സരിക്കാൻ എത്തുന്നു. ശ്രുതി മത്സരിക്കാൻ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ആരവിട്ടങ്ങോട്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ട് സൂതി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അടിക്ക് ശ്രുതി ഇങ്ങോട്ട് അടിക്ക് ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ണു കെട്ടിയാണല്ലോ വിടുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ വർഷം ഇടയ്ക്ക് കയറി വന്നിട്ട്, എന്താ ശ്രുതി ചേച്ചി കാണിക്കുന്നത്? അതെ, നമ്മുടെ ടീമല്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്? അതിൻ്റെ കാര്യമില്ല, നമ്മളെ ടീം വരുമ്പോഴാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. അല്ല, നിൽക്കുന്നതിൻ്റെ ഹസ്ബൻഡ് അല്ലേ, അപ്പോൾ എനിക്ക് പ്രോത്സാഹിപ്പിക്കാമല്ലോ. അച്ഛമ്മ പറഞ്ഞതല്ലേ ശ്രുതി ചേച്ചി, ഹസ്ബൻഡോ അച്ഛനോ അമ്മയോ ഒന്നും ഇല്ലെന്ന്. അതെ, ഇത് ശരിയല്ല. ശ്രുതി ചേച്ചി അടങ്ങി നിന്നേ, വേണ്ട, നമുക്ക് ആരവം മുഴക്കാൻ സമയമാകുമ്പോൾ നമുക്ക് മുഴക്കാൻ മതി. നമ്മുടെ ടീം ജയിക്കണമെങ്കിൽ നമ്മുടെ ടീമിന് വേണ്ടി ആരവം മുഴക്കണം. അല്ലാതെ ഇവിടെ ശ്രുതിയേട്ടന് വേണ്ടി വേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിയുടെ കൈ അങ്ങോട്ട് പിടിച്ച് മാറ്റി നിർത്തുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് ശ്രുതിക്ക് കൈ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് നിർത്താൻ പറ്റുന്നില്ല. ശ്രുതി ഇങ്ങനെ കൈ കൊട്ടാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുകയാണ്. ഏതായാലും നമ്മുടെ ശ്രുതി അടിച്ചടിച്ച് എവിടെ പോകാനാണ്, അങ്ങ് ദൂരെ അങ്ങാണ്ട് പോയി അടിക്കാനും പറ്റിയില്ല കേട്ടോ. അപ്പോഴത്തേക്കും അതിന് മുമ്പ് തന്നെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഇവനെ കൊണ്ട് എന്തിനു കൊള്ളാം, ഇവനെ കൊണ്ട് ഇത് വല്ലതും പറ്റുമോ, ഇവനെ കൊണ്ട് പാർക്കിൽ പോയിരുന്ന് മറ്റേ സിസോ കളിക്കാനല്ലേ പറ്റത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ അച്ചമ്മയുടെ ആ സച്ചി നീ മിണ്ടാതിരിക്കണം എന്നൊക്കെ പറഞ്ഞ് സച്ചിനെ അടക്കി ഒതുക്കി ഒരു വിധത്തിലാണ് അവിടെ ഇരുത്തുന്നത്. നമ്മുടെ സച്ചിക്കാണെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ വായിൽ ഇങ്ങനെ നമ്മുടെ ശ്രുതിനെ കുറിച്ച് പറയാതെ ഒരു സമാധാനമില്ല. ഏതായാലും അടുത്ത കൂടെ വരുന്ന ശ്രീകാന്താണ്. ശ്രീകാന്ത് വന്നത് സച്ചി പറഞ്ഞു, ഏതായാലും ഇവനും ഇതിൽ തോക്കും, ഇവനും ഓട്ട മത്സരമായിരുന്നു ബെസ്റ്റ്, ഇവൻ ഓട്ടക്കാരനാണല്ലോ, ഓടി ഇവൻ ജയിച്ചേനെ, ഏതായാലും ഇവനും തോക്കാൻ വിധിക്കപ്പെട്ടവനാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. ഏതായാലും ശ്രീകാന്ത് അതിൻ്റെതായ രീതിയിലാട്ടോ കാണുന്നത്. എൻ്റർടൈൻമെൻ്റ് ആണ്, മത്സര ബുദ്ധിയൊന്നും ഇല്ല നമ്മുടെ ശ്രീകാന്തിന്. മത്സര ബുദ്ധി ഉണ്ട് എങ്കിൽ പോലും തോറ്റു ജയിച്ചു എന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ശ്രീകാന്ത് അങ്ങനെ ആ ഒരു വടിയൊക്കെ എടുത്ത് ഫ്രണ്ടിലേക്ക് വരികയാണ്. ഫ്രണ്ടിലേക്ക് വന്നു, കണ്ണ് കെട്ടു, ചുറ്റിയൊക്കെ വിടുന്നു. നമ്മുടെ ശ്രീകാന്ത് പതുക്കെ വടിയൊക്കെ ആയിട്ട് ഫ്രണ്ടിൽ വന്ന് കുറേ തവണ അടിക്കാനായിട്ട്
ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അവിടെ നിന്ന് ആരവം മുഴക്കുന്നുണ്ട് നമ്മുടെ സച്ചിയും അതുപോലെ രവീന്ദ്രനും ഒക്കെ, മോനെ അങ്ങനെ അടിക്കടാ ഇങ്ങനെ അടിക്കടാ എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ നിന്ന് നമ്മുടെ ശ്രീകാന്തും അങ്ങനെ അടിക്കാൻ പറ്റിയില്ല കേട്ടോ. പാവം നമ്മുടെ ശ്രീകാന്തും അവിടെ തോറ്റുപോയി. എന്ത് ചെയ്യാനാണ്. ഇതിനിടയിലാണ് വേറെ ഒരാൾ വരുന്നത്, നമ്മുടെ സച്ചി. ഏതായാലും സച്ചി വന്നു. സച്ചി വന്നതും അച്ഛമ്മ പറഞ്ഞു, ഇത് കലക്കും എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ഇതൊക്കെ പണ്ട് മുതലേ ശീലമുള്ളതല്ലേ, നിങ്ങളെപ്പോലെ നാട്ടുപുറത്തല്ലല്ലോ, നിങ്ങളെപ്പോലെ അവിടെ എന്താ പറയാ നഗരപ്രദേശത്തല്ലല്ലോ എൻ്റെ മോൻ ജീവിച്ചത്, ഇവിടെയല്ലേ. അവൻ ഇതുപോലെ എത്ര കളികൾ ജയിച്ചിരിക്കുന്നു, എത്ര കളികൾ കണ്ടിരിക്കുന്നു, അതും കൊണ്ട് ഇത് അവൻ ജയിക്കുന്നു പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെയും വർഷയുടെയും ഒക്കെ മുഖം അങ്ങോട്ട് മാറിയിട്ട് ജയിക്കണ്ടായിരുന്നു എന്ന ഒരു രീതിയിലാണ് നിൽക്കുന്നത്. രേവതി ആണെങ്കിലോ ആരവം ഇട്ടങ്ങോട്ട് മുഴക്കാണ് കേട്ടോ. രേവതിയും ഇങ്ങനെ കൈയൊക്കെ കൊട്ടുന്നുണ്ട്, എങ്കിൽ പോലും തൻ്റെ ടീമല്ലല്ലോ, പിന്നെ ഹസ്ബൻഡ് ആണല്ലോ, പിന്നെ കുട്ടി പോവൂല്ലോ സ്വാഭാവികമായിട്ടും. അങ്ങനെ നമ്മുടെ രേവതിയും കൈകൊട്ടാൻ തുടങ്ങി. രേവതി കൈകൊട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. ഏതെങ്കിലും കറക്റ്റ് സ്ഥലത്ത് വന്നു നിന്നു. കൂട്ടുകാരന്മാരെല്ലാം സച്ചി സച്ചി എടാ അടിക്കട സച്ചി, എടാ അവിടെ തന്നെ ആടെ സച്ചി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ രവീന്ദ്രന് മോനെ അടിക്കടാ, സോറി രവീന്ദ്രൻ പറയുന്നില്ല കേട്ടോ, രവീന്ദ്രന്റെ ടീം അല്ലല്ലോ അല്ലെ നമ്മുടെ സച്ചി, രവീന്ദ്രൻ പറയുന്നില്ലെന്ന് തോന്നുന്നു. ഏതായാലും അങ്ങനെ നമ്മുടെ സച്ചിയും കൂടെ ആ ഒരു ഊറി അടിച്ച് പൊട്ടിച്ച് തകർത്ത് തരിപ്പണമാക്കി അവിടെ നിന്ന് എല്ലാവരും കൂടെ വന്ന് നമ്മുടെ സച്ചിനെ എടുത്ത് പൊക്കിയിട്ട്, അയ്യോ പിന്നെ അങ്ങോട്ട് ഒരു ആരോ ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ചന്ദ്രയുടെ മുഖം കാണുന്നത്. ചന്ദ്ര എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. സ്വന്തം ടീമാണ് ജയിച്ചത്, എന്നാലും സച്ചിയല്ലേ ജയിച്ചത്. ആ ഒരു കെറവ് കാണുമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചി കൂട്ടുകാരോട് പറഞ്ഞു, എന്നെ താഴെ ഇറക്കിക്കേ. അതെ ഞാനല്ല ജയിച്ചത്, ഞങ്ങളുടെ ടീമിന്റെ ക്യാപ്റ്റനെയാണ് എടുത്തു പോക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് വാടാ സുധി, വാടാ ശ്രീകാന്തേ എന്ന് പറഞ്ഞ് നേരെ ചെന്നിട്ട് നമ്മുടെ ചന്ദ്രനെ അങ്ങോട്ട് എടുത്തങ്ങോട്ട് പൊക്കി കറക്കി ചന്ദ്ര 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 എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ചന്ദ്രയ്ക്ക് പെട്ടെന്ന് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം കേട്ടോ. ചന്ദ്ര നോക്കിയപ്പോഴത്തേക്കും എല്ലാ മക്കളും കൂടെ എന്നെ എടുത്ത് ഇങ്ങനെ പിടിച്ചേക്കുവാണല്ലോ, തൻ്റെ ഗ്രൂപ്പാണല്ലോ ജയിച്ചത്. ഇത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രന് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം സച്ചിയാണല്ലോ പോയി എടുത്ത് പൊക്കുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി നമ്മുടെ രവീന്ദ്രനും. ഏതായാലും ഈ സമയത്ത് ഇനി പിന്നെ വന്നത് നമ്മുടെ ശ്രുതിയും രേവതിയൊക്കെ വന്നു. എല്ലാവരും ഇങ്ങനെ അടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ശ്രുതിയൊക്കെ വന്നിട്ട് തെക്കോട്ടോ വടക്കോട്ടോ ഒക്കെ നീങ്ങി പോവാണ്. സച്ചിയുടെ ഓരോരോ കോമഡി എന്ന് പറഞ്ഞാൽ സച്ചി കറക്റ്റായിട്ട് ആ ഒരു സമയത്ത് നല്ല ഡയലോഗൊക്കെ ഇട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വിജയസാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ഉറിയടി കളി തീരുകയാണ്. അപ്പൊ ആ ഒരു ഉറിയടി കളി തീർന്നു കഴിഞ്ഞ് പിന്നെ അടുത്ത കളി എന്ന് പറയുന്നത് ടയർ വെച്ചോണ്ട് ഇങ്ങനെ ടയർ തള്ളി ഓട്ടമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ കുറെ ഉണ്ട്, സ്പൂണും നാരങ്ങയും കൊണ്ടുള്ള കളി, അങ്ങനെ കുറെ കളികളൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഓണത്തിന് ഇവിടെ നടത്തുന്ന പോലെ തന്നെ. അപ്പൊ അടുത്ത കളി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ പോയിന്റ് നില ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചന്ദ്ര ഇങ്ങനെ വർദ്ധിച്ച് ചന്ദ്രയുടെ ടീം സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സച്ചി ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് ടയർ ഇങ്ങനെ ഓടിക്കുന്ന എല്ലാവരും കൂടെ ഓടിക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുകയാണ്. എല്ലാവരും ഒരുമിച്ചാട്ടോ ഓടിക്കുന്നത്. അങ്ങനെ ഇത് തട്ടി ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങുന്നു. നമ്മുടെ രേവതിയും സച്ചിയുമാണ് ടയറിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പെടുക്കാതെ അങ്ങേ അറ്റം വരെ കൊണ്ടു ചെല്ലുന്നത്. അപ്പൊ ഇതിനിടയിൽ ശ്രുതിയും വർഷയും ശ്രീകാന്തും ശ്രുതിയും ഒക്കെ തോറ്റു പോവുകയാണ്. ആദ്യം തന്നെ ശ്രുതി ഔട്ടാകും. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പോകും. പിന്നെയാണ് വർഷയും, പിന്നെ വർഷ പോകും. അത് കഴിഞ്ഞാണ് ശ്രീകാന്ത് പോകുന്നത്. അത് കഴിഞ്ഞാണ് ശ്രുതി പോകുന്നത്. പിന്നെ നമ്മുടെ സച്ചിയും രേവതിയും കൂടിയാണ് മത്സരം. ഏതായാലും ആദ്യം ആ ഒരു പോയിന്റിൽ എത്തുന്നത് നമ്മുടെ സച്ചി തന്നെയാണെങ്കിലും തൊട്ടു പുറകെ ഒപ്പം എന്ന് പറയാം, ഒരു ഇച്ചിരി ഒരു ശകലം വ്യത്യാസത്തിലാണ് രണ്ടുപേരും ഫസ്റ്റും സെക്കൻഡും ആയിട്ട് പോകുന്നത്. അവിടെയും ആരാണ് ജയിക്കുന്നത്? നമ്മുടെ ചന്ദ്രയുടെ ടീമാണ് ജയിക്കുന്നത്. പിന്നെയും പറയാനുണ്ടോ, പിന്നെ ആഘോഷവും ആരവവും ഒക്കെ തന്നെ. അങ്ങനെ കളികളൊക്കെ അവസാനിക്കുമ്പോൾ ടീം ഏത് ടീമിനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എന്ന് നോക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയുടെ ടീമിനാണ്. അപ്പം വീണ്ടും ചന്ദ്രനെ എടുത്തു പൊക്കുന്നു, ആരവം മുഴക്കുന്നു, കീ ജയ് ചന്ദ്ര, കീ ജയ്, തോക്കില്ല ചന്ദ്രയുടെ ടീം തോക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിൻ കുറെ കീ ജയ് ഒക്കെ വിളിച്ച് ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ. അങ്ങനെ ആ ഒരു വലിയൊരു കളിയൊക്കെ കഴിഞ്ഞു. ഏതായാലും ഈ കളിയൊക്കെ കണ്ടിട്ട് നാട്ടുകാർക്ക് ഭയങ്കര അഭിപ്രായമാണ് കേട്ടോ. നാട്ടുകാർ പറയുന്നുണ്ട്, ഈ ഒരു വയസ്സാം കാലത്ത് കലാവതിക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയല്ലോ,
നല്ല മരുമക്കളെയും നല്ല കൊച്ചുമക്കളെയും മരുമക്കളെയും ഒക്കെ കിട്ടിയല്ലോ. ഇങ്ങനെ ഒരു ഭാഗ്യമൊക്കെ കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം കലാവതി, പുണ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിൽ എൻ്റെ മക്കൾ എൻ്റെ പുണ്യം തന്നെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം നമ്മുടെ രേവതിനെയും എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ് കേട്ടോ. നാട്ടുകാരൊക്കെ പറയുകയാണ്, എന്നും ഈ ഒരു സ്നേഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, എന്നും ഈ ഒരു സ്നേഹം ഞങ്ങൾക്കും കാണാൻ പറ്റട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചൊക്കെ വിട്ട് എല്ലാവരും പിരിഞ്ഞു പോകുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഏതായാലും നന്നായി കേട്ടോ, അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി, എല്ലാവർക്കും ഒരു എന്റർടൈൻമെന്റ് ആയല്ലോ എന്ന് പറഞ്ഞപ്പം എന്റർടൈൻമെന്റ് ആയി. പിന്നെ മത്സരത്തിൽ ജയിച്ചത് ചന്ദ്രയുടെ ടീമാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്കിവിടെ പറയാനുണ്ട്. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു, എന്ത് കാര്യം അമ്മയ്ക്ക് ഇവിടെ പറയാനുള്ളത്? ഇവിടെ ഉണ്ടല്ലോ മത്സരം നടക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചിലരൊക്കെ കച്ചകെട്ടി ഇറങ്ങി രണ്ടുപേരെ തോപ്പിക്കാൻ വേണ്ടി. എന്ത് ചെയ്യാനാ, അവിടെ ഞാൻ ചെറിയൊരു പണി പണിതു. അങ്ങനെ ശരിയാവില്ലല്ലോ, അങ്ങനെ ശരിയാവില്ല. അതുകൊണ്ട് തന്നെ ഞാന് ചന്ദ്രനെ ഒരു ടീമും രവീന്ദ്രനെ ഒരു ടീമും ആക്കി മാറ്റി. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചോദിച്ചു, ആര് കച്ചകെട്ടി ഇറങ്ങിയതാ അച്ചമ്മി പറയുന്നത്? ആരെ തോപ്പിക്കാന്? വേറെ ആരെ തോപ്പിക്കാനാ, നിന്നെ തോപ്പിക്കാൻ തന്നെ. സച്ചിയും രേവതിയും ജയിക്കാൻ പാടില്ലത്രേ. സച്ചിയും രേവതിയും ജയിച്ചു കഴിഞ്ഞാലേ സച്ചിക്കും രേവതിക്കും അഹങ്കാരമാകുന്നു. അങ്ങനെ ഒരിക്കലും രണ്ട് തട്ടിൽ കാണരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇങ്ങനെ ഒരു പണി കൊടുക്കണമെന്ന് തന്നെ ഞാനങ്ങ് മനസ്സിൽ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു പണി തന്നെന്ന് പറഞ്ഞപ്പോൾ അതേതായാലും നന്നായി അമ്മേ, അത് നന്നായി. ചന്ദ്രേ, കേട്ടല്ലോ അമ്മ പറയുന്നത്, ഇതൊക്കെ നീ കാരണമാ, നീ പതുങ്ങി നിൽക്കുമെന്നും വേണ്ട. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിൻ പറഞ്ഞു, ഓഹോ, അപ്പൊ രേവതിയും സച്ചിയും ജയിക്കുന്നത് കാണാൻ ഇവിടെ ആർക്കും താല്പര്യമില്ലല്ലേ? അല്ലെങ്കിലും അങ്ങനെ തന്നെയാ അച്ഛമ്മേ, അങ്ങനെ തന്നെയാ. സാരമില്ല, പോട്ടെ, സാരമില്ല. പക്ഷേ ഈ സച്ചിനെ തോൽപ്പിക്കാന് ആർക്കും പറ്റില്ല. ഈ സച്ചി തോൽക്കണമെങ്കിൽ സച്ചി വിചാരിക്കണം എന്നൊക്കെ പറഞ്ഞ് സച്ചിൻ കുറെ ഡയലോഗ്സ് ഒക്കെ അടിച്ചു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി പറയാണ്, ശ്രുതിയല്ല, പിന്നെ കുറെ സമയമൊക്കെ കഴിയുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. പിന്നെ കുറെ സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അല്ല അച്ഛാ, നമുക്ക് നാട്ടിന് പോകണ്ടേ, നാളെ തന്നെ രാവിലെ പോകണം, എല്ലാവരും പായ്ക്കൊക്കെ ചെയ്ത് റെഡി ആയിക്കോ, മഹേഷിന്റെ ഓട്ടവും കൂടി വെറുതെ പോകുന്നത് ഇവിടെ നിൽക്കുമ്പം, അതുകൊണ്ട് നാളെ പോയേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് വർഷം പറഞ്ഞു, നാളെ തന്നെ പോകണം അച്ഛാ, നാളെ തന്നെ പോകണം, എനിക്കാണെങ്കിൽ ഡബ്ബിങ് ഉണ്ട്, കുറേ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ ശ്രുതിയും പറഞ്ഞു, അതെ, എനിക്ക് കടയുണ്ട്, കട തുറക്കണമല്ലോ, കുറെ പേരുടെ ജോലിയും കൂടെ ഞാൻ കാരണം ഇല്ലാതാകുന്നത്, അപ്പൊ കട നാളെ തുറന്നേ പറ്റൂ എന്ന് പറഞ്ഞപ്പം രേവതിയും പറഞ്ഞു, പൂക്കട അടച്ചിട്ടേക്കോ അല്ലേ, പൂക്കടയും ചെന്നിട്ട് നാളെ തുറക്കണോ അച്ഛമ്മേ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ചന്ദ്ര, അവളുടെ ഒരു പൂക്കട, ശ്രുതി ബ്യൂട്ടി പാർലറിന്റെ കാര്യം പറഞ്ഞപ്പം അവക്കപ്പ പൂക്കടയുടെ കാര്യം പറയണം. ബ്യൂട്ടി പാർലർ എവിടെ കിടക്കുന്നു, പൂക്കട എവിടെ കിടക്കുന്നു? എടി നീയേ എന്തിനാ പൂക്കട എന്ന് പറഞ്ഞിങ്ങനെ കിടന്ന് അലറുന്നത്? ബ്യൂട്ടി പാർലറിനൊപ്പം ഒരു പൂക്കട ആവില്ല. ഫർഷ പറഞ്ഞപ്പോഴത്തേക്കും അവളും കൂടെ പറഞ്ഞേക്കുക, ഒരു കടക്കാരി വന്നിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കുമാണ് അച്ഛമ്മ പറഞ്ഞു, അതെന്ത് വർത്താനോ ചന്ദ്രൻ നീ പറയുന്നത്? അതെന്താ, കടയല്ലേ? അത് പൂക്കടയും ഇത് ബ്യൂട്ടി പാർലറും ആയിരിക്കാം. അവിടെ വേറൊരു രീതി ആയിരിക്കാം, ഇവിടെ വേറൊരു രീതി ആയിരിക്കാം. എന്താണെങ്കിലും അവനോ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന സ്ഥാപനമാണല്ലോ. അത് അവനവന് വലുത് തന്നെയാ. അതുകൊണ്ട് ചന്ദ്രൻ, നിന്റെ ഈ സ്വഭാവം നിർത്തിക്കോ നീ. അവൾ ഓരോന്ന് കണ്ടുപിടിച്ചോണ്ട് വന്നേക്കുക. ഞാൻ പറഞ്ഞേക്കാം, എല്ലാവരെയും ഒരുപോലെ കാണണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട്. പോകുന്നതൊക്കെ കൊള്ളാം, അവിടെ ചെന്ന് കഴിയുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ ഇവിടെ അറിയും. രേവതീനെ നീ അവിടെ ഇട്ട് വെള്ളം കുടിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ചന്ദ്രേ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ പറയുക, ഇവിടെ എങ്ങനെയാണോ രേവതി അതുപോലെ തന്നെ ആയിരിക്കണം ഇനി ചന്ദ്രോദയത്തിൽ ചെല്ലുമ്പം രേവതി. അല്ലാതെ നീ അധികാരം കാണിച്ച് അവളെ നീ എന്തെങ്കിലും ചെയ്താണ്ടല്ലോ, അവളെ പണിയെടുപ്പിച്ച് അവളുടെ നടുവൊടിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ, പിന്നെ പണമുള്ളവരെ ഒരു തട്ടിലും പണമില്ലാത്തവരെ വേറൊരു തട്ടിലും കാണാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഈ കലാവതി ആരാണെന്ന് നിനക്കറിയാലോ. അറിയില്ലെങ്കിൽ ഞാൻ അറിയിക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ ഇങ്ങനെ മുഖമൊക്കെ മാറ്റി ഇങ്ങനെ ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിറക്കിക്കൊണ്ടാണ് അടിപൊളി ഒരു വിശേഷം എന്ന് വന്നിരിക്കുന്നത്. അപ്പം മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണണേ. ഇനിയിപ്പോൾ വരാൻ പോകുന്നത് നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ ഫുൾ വിശേഷമാണ്. അത് നമ്മൾ കറക്റ്റ് ആയിട്ടോടുകൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നന്ദയുടെയും ഗൗതമിൻ്റെയും കഥ നമ്മൾ
റിയൽ സ്റ്റോറി റിവ്യൂ എന്നൊരു ചാനലിനകത്ത് എന്നും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ. അത് ഒരു രാവിലെ ഒരു 8:30 കൂടി ഒന്ന് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഫുൾ വിശേഷവും പ്രേമവിശേഷവും ഒരു 2:45 കൂടി പ്രേമവിശേഷവും പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ലിങ്ക് തരാമേ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു നല്ല ദിവസമാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഒക്കെ നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.